ഹലോ ഗൈസ്, ഇന്നിവിടെ കുറച്ച് നന്ദം കിട്ടി ഗൈസ്. കുറച്ചല്ല, കുറച്ചധികം കിട്ടി. ഇതെപ്പോൾ വെട്ടി തീർക്കാനാണോ ആവോ, എന്നാലും ഞാൻ വെട്ടും ഗൈസ്. ഈ പൂച്ചസാറുണ്ടല്ലോ, ഞാൻ മീൻ വെട്ടാനായിട്ട് മണം പിടിച്ചു വന്നൊന്ന് കരച്ചിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് കൊടുക്കാലോ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴാ ആള് കിടന്നെടുത്ത് പൂട പോലും ഇല്ല. ഞാൻ പിന്നെ എവിടുന്നോ പോയി തപ്പിക്കൊണ്ട് വന്ന് കൊടുത്തപ്പോൾ ഒടുക്കത്തെ ഡിമാൻഡ്. എന്തല്ലേ, ഇത്രയാണ് ഗൈസ് ഞാൻ കുത്തിയിരുന്ന് വെട്ടിയത്. തോറ്റു കൊടുക്കില്ലേ. ഇവിടുത്തെ പോരാളിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മേഡം ഞാൻ നന്ദം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, മേഡം വന്നൊന്ന് വെട്ടി തന്നാൽ ഞാൻ അത് കറിയാക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറയുക, എനിക്കൊന്നും പറ്റത്തൊന്നുമില്ല, കൊതുകടി കൊള്ളാൻ ഭയങ്കര കൊതുകായിരിക്കും ഇപ്പോൾ അത്. നമ്മൾ വിട്ടുകൊടുക്കുമോ, മേടിച്ച് പോയില്ലേ ഗൈസ്, വെട്ടിയല്ലേ പറ്റുള്ളൂ. കുത്തിയിരുന്നങ്ങാട്ട് വെട്ടി. കൊതുക് കൊണ്ടാലെന്താ, കൊതുകടി കൊണ്ടാലെന്താ, ഞാൻ കുത്തിയിരുന്ന് അങ്ങോട്ട് വെട്ടി. എല്ലാം സെറ്റാക്കി കൊണ്ടുവന്നു. മുളക് പൊടി കൂടി, ഇത്തിരി എരിവ് കൂടുതലായിരുന്നു ഗൈസ്. ഈ മുളകിന് നല്ല എരിവുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിയല്ലോ, സൂപ്പറാണ്. അങ്ങനെ അതൊക്കെ പെരട്ടിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ച് കിച്ചൺ സ്ലാബെല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ചെല്ലാം നീറ്റാക്കി എല്ലാം കഴിഞ്ഞ് വന്നപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. എന്നാൽ പിന്നെ അവിടെ ഒന്ന് അടിച്ച് തൂത്തിടാന്ന് വെച്ചാൽ അവിടെയൊക്കെ അടിച്ചതൊക്കെ തൂത്ത് സെറ്റാക്കിയിട്ട് മീനൊക്കെ വറുത്ത് ഇപ്പോൾ ഒരു കുളിയും കഴിഞ്ഞ് വന്ന് നേരെ ചൂട് ചോറ് എന്നൊക്കെ പറയാൻ മാത്രമേ പറ്റുള്ളൂ ഗൈസ്. ചൂട് ചോറല്ല. മണി 4 ഞാൻ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ കറിയൊക്കെ കൂട്ടി നല്ലൊരു പിടി അങ്ങോട്ട് പിടിച്ചു. മോര് കാച്ചിയതും ബീട്രൂട്ട് തോരനും മീൻ വറുത്തതും. അപ്പം അതേ പോരാളി വീണ്ടും വന്ന്, കറിയൊക്കെ വെച്ച് കഴിഞ്ഞാ എന്ന് ചോദിച്ചു. പിന്നല്ല.